സാറിൻ്റെ അരിശം മാറിയില്ല. നിലത്തൂന്ന് ഇവനെ തൂത്തെടുത്ത് നേരെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി. അവിടെ ഇവനെ കുനിച്ച് നിർത്തി ഇവൻ്റെ മുതുകത്ത് നെല്ല് കുത്തുന്ന പോലെ ആ സാറ് കുത്തിയത്. എൻ്റെ പൊന്നു സാറേ, ആ സ്റ്റോർ റൂമിൽ നിന്നുള്ള ഇവൻ്റെ കരച്ചിൽ സാറൊന്ന് കേൾക്കണമായിരുന്നു. മതിയെന്ന് നീ കരഞ്ഞ് പറഞ്ഞിട്ട് സാറ് നിർത്തിയോ? നിന്നെ അവിടെ ചവിട്ടി കൂട്ടിയില്ലേ? എൻ്റെ സാറേ, സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവൻ്റെ മുതുകൊന്ന് കാണുവാൻ, അയ്യോ, മുഴുത്ത് തിളക്കമുള്ള 7 വലിയ ഉണ്ട. നീരെങ്കിൽ നീര്. സാറിനൊരു കാര്യം അറിയോ? മെസ്സി ചെന്ന് കടി ചോദിച്ച് ഷോ കാണിച്ച് ഇവന്റെ കടി വാർഡൻ സാർ തീർത്തെന്നാ ഇപ്പോഴത്തെ ഇവിടുത്തെ ജയിൽ കമ്പി. പോരാത്തതിന് ഇവന്റെ മുതുകത്ത് ഉണ്ട കണ്ട ഏതോ ഒരു തെണ്ടി ഇവന് ഉണ്ടപൊരി എന്നൊരു പേര് വിട്ടുകൊടുത്തു. ഇന്നലെ വരെ ഗുണ്ടഹരി എന്ന് പേര് കേട്ടാ പേടിച്ച് തൂർന്നവനൊക്കെ ഉണ്ടപൊരി എന്ന് കേട്ടാ ചിരിക്കുക. സാറേ, ഉള്ള കാര്യം പറയല്ലോ, ഞാൻ ഇവന്റെ ഉണ്ട കണ്ട അത് ഗുണ്ടംപൊരിയുടെ അത്ര ഒന്നുമില്ല, കൂടിപ്പോയൊരു ചെറിയ അരിയുണ്ടയുടെ അത്രയും കാണും. അങ്ങനെ അരിയുണ്ടാന്നെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കേൾക്കുമ്പോൾ ഹരികുണ്ടാന്നെങ്കിലും തോന്നിയാനെ. ഇത് ചുമ്മാ കളിയാക്കാൻ വേണ്ടി ഉണ്ടംപൊരി. ഉണ്ടപൊരിയാ? സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സാർ, ആ സ്റ്റോർ റൂമിലേക്ക് ഒന്ന് വേണമായിരുന്നു. എന്തിനാടാ? ശർക്കര എടുക്കണം. ആ, ഇപ്പം തരാം. സാറേ, ശർക്കര എന്തിനാന്ന് നോക്കി? ശർക്കര എന്തിനാടാ? ഉണ്ടപൊരി ഉണ്ടാക്കാൻ. ഉണ്ടംപൊരി എല്ലാവർക്കും ഓക്കെ ആയിരിക്കുമല്ലോ സാറേ? ആ, പിന്നെ ജയിലിന്റെ മെനു പ്രകാരം ഇന്ന് വൈകുന്നേരത്തെ കടി ഉണ്ടംപൊരിയാണ്. സാറേ, ഉണ്ടപൊരി വേണ്ടാത്തവർക്ക് നമ്മൾ വേറൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. പൊരി ഉണ്ടാ. നമുക്കത് വേണ്ട. എന്നാ സ്പൈസി ആയിട്ട് അടിച്ചാലാട്ടാ പെരി പെരി ഉണ്ടംപൊരി. അതൊന്ന് പറഞ്ഞു നോക്കണം. എല്ലാവർക്കും ഒറ്റ ഐറ്റം മതി. ബേക്കറിയാ? അപ്പൊ എല്ലാവർക്കും ഉണ്ടപൊരി മതി. പിന്നെ അതിനെന്തിനാ സാർ ചിരിക്കണം? അവിടെ മനസ്സിലാക്കി